ഗൈസ് അപ്പോൾ കുറച്ച് കാലമായില്ലേ കണ്ടിട്ട്. അപ്പം കണ്ട സ്ഥിതിക്ക് നമുക്കൊരു ഓറിയോ ക്രീം ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്ക് ബേക്കിങ്ങോ അല്ലെങ്കിൽ അടുപ്പോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ആദ്യം കുറച്ച് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, 2 ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്, അതുപോലെ 2 ബ്രൗണി എടുത്തിട്ടുണ്ട്. ബ്രൗണി നിങ്ങൾക്ക് കുറച്ചുകൂടി ടേസ്റ്റൊക്കെ വേണം എന്നുള്ളവർക്കാണെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാത്തവർക്കാണെങ്കിൽ ബിസ്ക്കറ്റ് യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ 2 ഒറിയോ ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ഓറിയോ ബിസ്ക്കറ്റ് ഇതുപോലെ ക്രീമും ബിസ്ക്കറ്റുമായിട്ട് മാറ്റി വെക്കണം. ഇനി ഞാൻ നമ്മുടെ ബ്രൗണി എടുത്തു. ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ബ്രൗണി എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ നമ്മൾ മാറ്റി വെച്ച് ബിസ്ക്കറ്റും കൂടി ഇട്ട് വെച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അത് ഇതുപോലെ നല്ല ക്രംസായിട്ട് കിട്ടും. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച പാത്രത്തിലേക്ക് ഈ ക്രംസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ ഇത് സെറ്റായി നിൽക്കും കേട്ടോ. എന്നിട്ടിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഈ സമയത്താണ് നമ്മളെ പ്രധാന കലാപരിപാടി, അതായത് ക്രീം ചീസ്, അതുപോലെ ഫ്രഷ് ക്രീം, പിന്നെ നമ്മളെടുത്ത ബിസ്ക്കറ്റിൻ്റെ ക്രീം ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ബിസ്ക്കറ്റിൻ്റെ ക്രീം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്രഷ് ക്രീം ഇടുന്നത്. ഫ്രഷ് ക്രീം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, എല്ലാം കൂടി ഒഴിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ ഒരു പാർട്ടാണ് ഈ ഒരു വീഡിയോയിലെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്നത്. കാരണം ഇതിങ്ങനെ മിക്സ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും അടിപൊളി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഹണി ആഡ് ചെയ്യാം. ഞാൻ മധുരത്തിനായിട്ട് ഹണിയാണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം പൊടിച്ചിട്ട്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു ക്രീം ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച ബിസ്ക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. എല്ലാം ഇട്ട് കൊടുത്ത് അത്യാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം അതിൽ കുമിളയൊക്കെ പോക്കിയതിന് ശേഷം ഞാനിവിടെ 2 ഡയറി മിൽക്ക് എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പാലും കുറച്ച് ഫ്രഷ് ക്രീമും ഇട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മെൽറ്റ് ചെയ്ത് ഇതുപോലെ ഒരു ഗനാഷ് പോലെയൊക്കെ നമുക്കിങ്ങനെ തോന്നും. എന്നിട്ട് അത് ഞാൻ ആ ഒരു ക്രീമിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് ക്രംസും കൂടി ഇടുന്നുണ്ട്. നമ്മൾ നേരത്തെ പൊടിച്ച കുറച്ച് ക്രംസും കൂടി ഇട്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒറിയോ ക്രീം ചീസ് കേക്ക് സെറ്റാണ് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കിയതിൻ്റെ സന്തോഷത്തിൽ എനിക്കിത് മുഴുവൻ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.